Very good morning, dear students. I am again with you for this semester. I am handling a small portion in the paper Research Methodology. It's a very interesting paper, very interesting subject, because it has a lot to do with your research works. You are all very well known what a research is, what a project is. Hope every one of you have done your BCom project. Okay, so I am handling chapter 6, chapter 7 and chapter 8. 3 chapters for you in this semester. Hope you'll cooperate with me. Let we move on with the topic. Okay, so നമ്മുടെ പേപ്പറിൻ്റെ പേര് റിസർച്ച് മെത്തഡോളജി എന്നാണ്. പ്രീതി മിസ്സും ഞാനും കൂടിയിട്ടാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. 60% of the syllabus will be taken by Preeti Miss and 40% will be taken by myself, Liji. Okay, so we are moving on with the main heading, research methodology. ആദ്യം അതിൽ നിന്ന് തുടക്കമാകട്ടെ അല്ലേ? എന്താണ് റിസർച്ച് മെത്തഡോളജി എന്നുള്ളത് തുടങ്ങിയതിന് ശേഷം അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വിൽ മൂവ് ഓൺ ടു ഡീപ്പർ ഇൻ ടു അവർ ടോപ്പിക്. ഓക്കെ, സോ നോർമലി റിസർച്ച് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പീപ്പിൾ വുഡ് ഹാവ് searched for the information and they would have collected some information. So based on that, we will be having an idea to work out again. That is, we are again searching. That is, researching. We are researching on the searching materials. നമ്മളെല്ലാ ലോകത്ത് ആദ്യമായിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, നമുക്ക് മുൻപേ പോയവർ എത്രയോ പേര് എത്രയോ വിധത്തിൽ എത്രയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്തവരാണ്. നമ്മളല്ല ആദ്യമായിട്ട് ഒരു സംഭവത്തിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് അൾട്ടിമേറ്റ്ലി റിസർച്ച് ഈസ്, നമുക്കറിയാം, ബോർഡിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത് is the specific procedure used to identify, select, process and analyze information about a topic. So first thing is, we are selecting a topic. Based on the topic, we are making the questions what we have to search for. What is the purpose of searching? So when you answer for these both questions, you'll be able to reach other things. So when you are researching, select a topic and then select the final answer for what purpose you are researching. So when you get the purpose of your study, you can lead the path. You can pave the way for that, in which way you have to go. അല്ലേ, എവിടെയാണ് എത്തേണ്ടത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള വഴികൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡെസ്റ്റിനേഷൻ സ്പോട്ട്. സോ ഫോർ വാട്ട് പർപ്പസ് യു ആർ ഡൂയിങ് യുവർ റിസർച്ച് വർക്ക് അല്ലേ, അത് ആദ്യം തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
എങ്ങനെയാണ്, ഏതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ബികോമിലുള്ള ഒരു യു ജിയിൽ കോൺസെപ്റ്റ് കൊണ്ടുവരാൻ തന്നെ ഈ റിസർച്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരാനുള്ള റീസൺ എന്താണെന്നുണ്ടെങ്കിൽ ലെറ്റ് ദി സ്റ്റുഡൻസ് ഫൈൻഡ് ഔട്ട് സംതിങ് ഓൺ ദെയർ ഓൺ. അതാണ് യൂണിവേഴ്സിറ്റി സിലബസിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഉദ്ദേശം തന്നെ. കുട്ടികൾ തന്നെ അവരവരുടെ ഏരിയയിൽ അവരുടെ ഒരു ലിമിറ്റേഷൻസിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് അവർ പോയി കാര്യങ്ങൾ കണ്ടെത്തട്ടെ, അവരതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കട്ടെ. ഒരു ചെറിയ ഒരു സ്റ്റഡി നടത്താൻ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യട്ടെ. ആൻഡ് വെൻ ദേ ഗോ ഫോർ ദെയർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ ദം. ആൻഡ് ഇഫ് ദേ ആർ വില്ലിംഗ് ടു ഡു ദെയർ റിസർച്ച് വർക്ക്സ് and if they are going to take any PhD degree, അതിനും നമുക്ക് ഉപകരിക്കും ഈ പറയുന്ന ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ. അപ്പോൾ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യുക, അതിൻ്റെ പ്രോസസ്സിങ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ആൻഡ് ഫൈനലി വി ആർ ഫൈൻഡിങ് ഔട്ട് സംതിങ് വിച്ച് ഈസ് നോൺ ആസ് ഇൻഫർമേഷൻ. സോ യു പീപ്പിൾ വിൽ നോ വാട്ട് ഈസ് ആൻ ഇൻഫർമേഷൻ അല്ലേ. ഒരുവിധം എല്ലാവരും നിങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 3rd സെമ്മിൽ ജനറൽ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന പേപ്പറുണ്ട്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഇൻഫർമേഷൻ. നമ്മൾ കാര്യങ്ങൾ റോ ഡാറ്റാസ് അല്ല, റോ ഡാറ്റാസ് വെൻ ഇറ്റ് ഈസ് ഫെഡ് ഇൻ ടു ദി കമ്പ്യൂട്ടർ ആൻഡ് ആഫ്റ്റർ ദി പ്രോസസ്സിംഗ് വർക്ക് ഇസ് ഡൺ we'll get some findings, we'll get some results. Those things are information for the next study. അല്ലേ, നമ്മളൊരു സ്റ്റഡി നടത്തി നമുക്ക് കുറേ കാര്യങ്ങൾ ഫൈൻഡിങ്സ് നമുക്ക് കിട്ടി. ആ ഒരു ഫൈൻഡിങ്സിലൂടെ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ അടുത്ത സ്റ്റഡിക്ക് ഒരു ലിങ്കാണത്. ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് പർപ്പസ്. സോ വെൻ യു ആർ ഗോയിങ് ടു ടേക്ക് എ സെലക്റ്റഡ് ടോപ്പിക്, so when you are going to select the brand awareness or the advertisement effectiveness or the customer satisfaction or the employee satisfaction, whatever it may be, അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുടെ നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ കോളേജ് മാത്രം തന്നെ നമുക്കൊരു പരിമിതികളായിട്ട് നമുക്ക് നിർത്താനായിട്ട് സാധിക്കും അല്ലേ. അക്കോർഡിംഗ് ടു യുവർ ലിമിറ്റേഷൻ കുട്ടികളുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ്, ഇന്നത്തെ കാലത്ത് കോളേജ് സ്റ്റുഡൻസിൻ്റെ സ്പെൻഡിങ് ഹാബിറ്റ്സ്, ഫ്രം വേ ദേ ഗെറ്റിംഗ് ദി എമൗണ്ട് ടു സ്പെൻഡ് ലൈക്ക് ദിസ്, ആർ ദേ ഗോയിങ് ഫോർ വർക്ക്, ഹൗ ഡു ദേ ഏൺ എന്നുള്ളതാണ്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഇടയിലുള്ള സേവിങ് ഹാബിറ്റ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് അറിയുകയും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ പല മേഖലകളിലും പലതരം ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് നടത്താറുണ്ട്. അപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യണം. ഇതൊരു ചെറിയ കഥ പോലെ പറഞ്ഞു പോയാലായിരിക്കും നമുക്കിത് മുഴുവനാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാണ്. സോ ദിസ് ഈസ് മൈ പ്രൊജക്റ്റ് ടോപ്പിക്. ഓക്കെ, ആൻഡ് യു ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ നമുക്ക് ഇത് മറ്റ് പ്രോഡക്റ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ആണോ നല്ലത്, നമ്മൾ സെലക്ട് ചെയ്ത് വിച്ച് പ്രോഡക്റ്റ് ഈസ് ബെറ്റർ ഓർ വിച്ച് പ്രോഡക്റ്റ് ഈസ് ഗുഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് എന്ന് വിചാരിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും? ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും കമ്പനീനെ കുറിച്ചിട്ടും ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ നിന്നും
നമ്മൾ കുറേ ചോദ്യങ്ങളുമായി അവരുടെ അടുത്തെത്തി കുറേ കാര്യങ്ങൾ ചോദിച്ചറിയും അല്ലേ? ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ്. അതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഈ ഒരു സെമസ്റ്ററിൽ പങ്കുവയ്ക്കാനുള്ള കാര്യമെന്ന് പറയുന്നത്. സോ ആഫ്റ്റർ ഡൂയിങ് ഓൾ ദോസ് ഇനീഷ്യൽ വർക്ക്സ്, ഇനീഷ്യൽ കളക്ഷൻ, ഡാറ്റ ഇൻഫർമേഷൻ, ഡാറ്റ കളക്ഷൻ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള റോ ഡാറ്റാസിനെ എങ്ങനെയാണ് നമ്മളൊരു ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇനിയുള്ള കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സ്പെസിഫിക് പ്രൊസീജിയർ used to identify, select, process and analyze information about a topic. Okay, so now we will enter to my topic, which is specified for me to take in this semester for you. Okay, so chapter name is processing of data. അപ്പോൾ നമ്മുടെ കഥയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഡാറ്റ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ നമ്മുടെ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയ, നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടായിരിക്കാം. ഇതിനെ റിലേറ്റ് ചെയ്ത് കമ്പനിയിൽ പോയിട്ട് അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം. നമ്മുടെ സ്റ്റഡീനെ പോലെ മുമ്പാരെങ്കിലും സ്റ്റഡി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു പ്ലേസിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഓക്കെ, so we are having all those datas with us. Data from the customer, data from the company, okay, and data from the internet, data from books. All those things are with us and we don't know which way we have to proceed to complete our study. So after collecting all those things, okay, അപ്പോൾ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന സ്റ്റേജ് എപ്പോഴാണ് വരുന്നത്? ആഫ്റ്റർ കളക്ടിങ് നെസസറി ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് യുവർ സ്റ്റഡി കംസ് പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ. ഈ പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് classification and summarization of data to make them amenable for analysis. So we are going to go for analysis stage. Analysis എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോഴാണ് എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത്? ക്ലാസിഫൈ ചെയ്യുക, നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസിനെ ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ടാബുലേറ്റ് ചെയ്യുക, ആൻഡ് ഫൈനലി വിൽ ഗെറ്റ് ദി ആൻസർ ഫോർ ദാറ്റ്. സോ ആ ഒരു വർക്കാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളത്. ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആകെ ഒരു ചെറിയൊരു പോർഷനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണുള്ളൂ. പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നതിൽ 4 കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്: എഡിറ്റിംഗ്, coding, classification and tabulation. So 4 things are there in processing of data: editing, coding, classification and tabulation. In that editing, you are having 2 types, that is field editing and central editing. Okay, and the second one is about coding. So in today's class we will complete this editing and coding, and further classification and tabulation will be taken in the next class. Clear? So we'll move on to the topic
data processing. Data processing involves classification and summarization of data to make them amenable for analysis. This operation involves the following steps. ഈ ഒരു പ്രോസസ്സ്, നമ്മുടെ പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ നമുക്ക് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് 4 സ്റ്റെപ്പിലൂടെയാണ് നമുക്ക് പോകാനുള്ളത്. ഓക്കെ, സോ വിൽ സീ വാട്ട് ആർ ദ ഫസ്റ്റ് സ്റ്റെപ്സ് എന്നുള്ളത്. ഫസ്റ്റ് വൺ ഇസ് എഡിറ്റിംഗ്. നമ്മൾ ചെയ്യാറുണ്ടല്ലോ, എല്ലാവരും എഡിറ്റിംഗ് വർക്ക് ചെയ്യാറുണ്ടല്ലോ. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരാൾക്കൊരു വിഷ് അയക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് കൊറോണ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ എന്താ പറയുക, ഒരു എന്തെങ്കിലും ഒരു പുതിയൊരു ഐറ്റം ഉണ്ടാക്കുന്നതായിട്ട്, ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു ആർട്ട് വർക്ക് ആണെന്നുണ്ടെങ്കിൽ, ഈ ആർട്ട് വർക്ക് ചെയ്യുന്നത് മുതൽ, തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരയ്ക്കും നമ്മൾ വീഡിയോ എടുക്കാറുണ്ട്. അങ്ങനെ വീഡിയോ എടുത്ത് അതിനൊരു നമ്മളെന്തായിരുന്നു ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് അതിനൊരു എഫക്റ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് അതിനെ ഒരു മുഴുവനായിട്ട് നമുക്ക് അതിൻ്റെ ലൈറ്റിങ്, അതിൻ്റെ എഡിറ്റിംഗ്, അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ ആ ഒരു ചെറിയ വീഡിയോ പ്രസൻറ്റേഷൻ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതിനെ വീഡിയോ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 15 മിനിറ്റ്സിൻ്റെ വീഡിയോ ആയിരിക്കാം. പക്ഷേ അതിൻ്റെ എഡിറ്റിംഗ് വർക്കിന് വേണ്ടി നമ്മൾ എത്ര മണിക്കൂറുകളാണ് നമ്മൾ ഇരിക്കാറുള്ളത് അല്ലേ, അതിൻ്റേതായ ഒരു പെർഫെക്ഷനിലേക്ക് എത്തിക്കാനായിട്ട്. സോ അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും എഡിറ്റിംഗ് വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടം പോലെ ഒരു ലോഡ് വർക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ എന്തൊക്കെയാണ്, കുറേയൊക്കെ ആവശ്യമില്ലാത്തത് വെട്ടിക്കളയാനുണ്ട്, ആവശ്യമുള്ളത് എടുക്കാനുണ്ട്, ചിലത് മുഴുവനായിട്ടുള്ളത് ഉണ്ടാവില്ല, ചില കാര്യങ്ങൾ എന്താ പറയുക പൂർണ്ണമല്ലാത്ത രീതിയിലായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റേതായ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തേണ്ടതാണ്. ഓക്കെ, സോ എഡിറ്റിംഗ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് the data collected in questionnaires or schedules to detect the errors and omissions and to correct these as far as possible. അതാണ് ഞാൻ പറഞ്ഞത്, എഡിറ്റിംഗ് വർക്കിൽ നമുക്ക് വരുന്ന ഒരു ഡിഫിക്കൽട്ടി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡാറ്റാസ്, നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് ഫ്രം or through questionnaires will not be in complete form. പലരും ചിലതിന് ആൻസർ ചെയ്തിട്ടുണ്ടാവില്ല, ചിലതിന് പൂർണ്ണമായിട്ടുള്ള അവരുടെ മനസ്സിൽ നിന്ന് വന്നിട്ടുള്ളൊരു ഉത്തരങ്ങളായിരിക്കില്ല. ചിലർ കൊണ്ടുവന്ന് ക്വസ്റ്റ്യനെയർ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ for some purpose എന്തെങ്കിലും ഒന്ന് അവർക്കൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ളതല്ല. So people are doing the research work or giving you the questionnaire to get the right answer from you അല്ലേ. പക്ഷേ അത് പല ആൾക്കാരും പല ജനം പല വിധമാണ് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും തരുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത് മുഴുവനായിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് അതിന് കംപ്ലീറ്റ് ചെയ്യാൻ നേരം ഉണ്ടാവില്ല, ചിലർക്ക് നല്ല ആൻസേഴ്സ് പറയണമെന്നുണ്ടായിരിക്കും. പക്ഷേ ഒന്നെങ്കിൽ ക്വസ്റ്റ്യനെയറിൽ അവരുദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ സ്റ്റഡി അപൂർണമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയേക്കാം. സോ ഫസ്റ്റ് തിങ് ഇൻ എഡിറ്റിംഗ് വർക്ക് സോർട്ട് ഔട്ട് ഓൾ ദോസ് തിങ്സ്. ഏതൊക്കെ ക്വസ്റ്റ്യനെയറിനാണ് മുഴുവനായിട്ട് ആൻസർ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെയാണ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. സോ സോർട്ട് ഇറ്റ് ഔട്ട് ഫസ്റ്റ് തിങ്. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ഇൻ ദി എഡിറ്റിംഗ്. Okay, so editing is the first step in data processing. It is a process of examining the data collected in questionnaires or schedules to detect the errors and omissions. Is there any errors? Is there anything omitted by the customers whom we have met?
ഓക്കെ, എന്തെങ്കിലും രീതിയിൽ എറർ സംഭവിച്ചിട്ടുണ്ടോ, അവരെന്തെങ്കിലും വിട്ടുപോയിട്ടുള്ളതുണ്ടോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യാം. ചില ആൾക്കാർ വിട്ടുപോയിട്ടുള്ളതായിരിക്കാം, അവരോട് നമുക്ക് ചോദിച്ച് ഒന്നുകൂടിയും ചോദിച്ചാൽ അതൊന്ന് ഫില്ല് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചോദ്യം ഒന്നുകൂടിയും അവരോട് ആവർത്തിച്ച് ചോദിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഉത്തരം കളക്ട് ചെയ്ത് അതും കൂടിയും നമ്മളിനോട് അപ്പം പരമാവധി as far as possible we are correcting it. അതാണ് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന എഡിറ്റിങ്ങിൽ വരുന്നത്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് a careful scrutiny of the completed questionnaires and schedules. It is done to ensure that the data are accurate, consistent with the other facts gathered, uniformly entered, as complete as possible, acceptable for tabulation, and arranged for facilitating for tabulation and coding. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ് നമ്മുടെ എഡിറ്റിംഗ് വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കെയർഫുൾ സ്ക്രൂട്ടിനി. സോ വാട്ട് തിങ്സ് വി ഹാവ് ഒമിറ്റഡ്, for what things they have left unanswered. So what is that we can do to complete the study എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കാനും പരമാവധി തെറ്റുകൾ കൂടാതെ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് വയ്ക്കുന്ന ഒരു കെയർഫുൾ സ്ക്രൂട്ടിനിയാണ് എഡിറ്റിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. Editing is also undertaken to determine whether or not a specific interview is acceptable in the light of the objectives of the project. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് തീരുമാനിക്കാനുള്ളതാണ്. നമ്മുടെ ഈ പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോകാനായിട്ട്, നമ്മുടെ ഈ ഒബ്ജക്റ്റീവ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു കാര്യത്തിനും കൂടി നമുക്കൊരു വ്യക്തത വരുത്താനായിട്ട് ഏതിലൂടെ സാധിക്കും? എഡിറ്റിങ്ങിലൂടെ സാധിക്കും. നമുക്ക് ആ പോയിന്റിലേക്ക് എത്താൻ പറ്റുമോ? നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് ഉരുതിരിഞ്ഞ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ അറിയാനുള്ളത്. ഓക്കെ, സോ ദർ ആർ 2 സ്റ്റേജസ്. 2 സ്റ്റേജാണ് എഡിറ്റിങ്ങിലൂടെ കടന്നു പോകുന്നത്: ഫീൽഡ് എഡിറ്റിംഗ് ആൻഡ് സെൻട്രൽ എഡിറ്റിംഗ്. Okay, in the field editing, the investigator makes appraisal of the reporting forms for completing what the latter has written in abbreviated form at the time of recording the respondents' responses. Okay, ചിലപ്പോൾ നമ്മൾ ഫോണിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ ചെറിയ അബ്രിവേഷൻസ് ആയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം. സോ അതൊക്കെ എക്സ്പാൻഷൻ നടത്തുക, അല്ലെങ്കിൽ അതൊക്കെ മുഴുവനായിട്ട് നമ്മൾ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് ഈസ് നെസസറി ബിക്കോസ് ആൻ ഇൻഡിവിജ്വൽ റൈറ്റിംഗ് സ്റ്റൈൽ മേ ബി ഡിഫിക്കൽട്ട് ഫ്രം അതേഴ്സ് ടു ഇൻ്റർപ്രറ്റ്. ഇപ്പം ഞാൻ എഴുതുന്ന സ്റ്റൈൽ, ഞാൻ അതിൽ ഉപയോഗിക്കുന്ന അബ്രിവേഷൻസ്, ദാറ്റ് ക്യാൻ ബി ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ മീ, അല്ലേ? ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ മൈസെൽഫ്. എനിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബിക്കോസ് ദോസ് തിങ്സ് ഹാവ് ബീൻ റിട്ടൺ ബൈ മീ. സോ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ അതർ പേഴ്സൺ വെൻ ഹി ഡീകോഡ്സ് ഇറ്റ്. ഓക്കെ, ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ അബ്രിവേഷനിൽ ഞാൻ ഉപയോഗിച്ച കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്ന പോലെ മറ്റൊരാൾക്ക് മനസ്സിലാകണമെന്നില്ല. സോ വേറൊരാളാണ് ഇത് ചെയ്യാൻ പോകുന്നതെങ്കിൽ, വേറൊരാളുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ എഡിറ്റിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്കിൽ, ഫസ്റ്റ് തിങ് നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് ഫീൽഡ് എഡിറ്റിംഗ്. Okay, this type of sorting should be done after the interview, preferably on the same day or on the next day. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാറുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മീറ്റിംഗ് നടക്കാമെന്ന് വിചാരിച്ചോളൂ.
മീറ്റിങ്ങിൽ അത് മിനിറ്റ്സ് എഴുതാനായിട്ട് അതിൻ്റേതായ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ഉണ്ടായിരിക്കും. അപ്പോൾ ദ പേഴ്സൺ ഹു ഈസ് റൈറ്റിംഗ് ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്, so he or she will not write in detail. ആദ്യം ഒരു റഫ് ഡ്രാഫ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ റഫ് ഡ്രാഫ്റ്റിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള അബ്രിവേഷൻസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം വൺ ആഫ്റ്റർ ദി അനദർ ഇറ്റ് ഈസ് ഗോയിങ് വെരി ഫാസ്റ്റ് അല്ലേ. സംസാരിച്ചു പോകുമ്പോൾ പണ്ട് കാലത്ത് ഒരു ഷോർട്ട് ഹാൻഡ് ഉണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് നമ്മുടെ PA എന്ന് പറയുന്ന പോസ്റ്റ് പല കമ്പനീസിലും മാനേജേഴ്സിന് PA ആയിരിക്കും. സോ മാനേജർ പറയുന്ന രീതിയിൽ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് PA എഴുതിയെടുക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത് എഴുതിയെടുക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഫുള്ളായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി പോകാൻ പറ്റില്ല, ആ സ്പീഡ് നമുക്ക് ഉണ്ടാവില്ല. സോ ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പഠിക്കാനുണ്ടായിരുന്നു നമുക്ക് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പം എത്ര പേര് അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയില്ല, എത്ര പേര് അത് കേട്ടിട്ടുണ്ടെന്നുള്ളത് പോലും അറിയില്ല. ഓക്കെ, ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ഹാൻഡ് പഠിക്കാൻ പോവുക എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് ഹാൻഡ് പഠിക്കാൻ പോകുമ്പോൾ അവരുടെ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സിമ്പിൾസ് ഉണ്ടാവുള്ളൂ. കോല് ഒരു വര അങ്ങോട്ട് വരച്ചിട്ടുണ്ടാവും, ഒരു വര ഇങ്ങോട്ട് വരച്ചിട്ടുണ്ടാവും. ഒരു പ്രത്യേക രീതിയിലുള്ള റൈറ്റിംഗ് ആണ്. ആൻഡ് ഈച്ച് സ്ട്രോക്ക് represents a word. Each stroke represents a word, so that we can write very fast എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു എ പേഴ്സൺസ് ഡിക്റ്റേഷൻ വി ക്യാൻ റൈറ്റ് ഇറ്റ് എന്നുള്ളതാണ് ഷോർട്ട് ഹാൻഡിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ ഓൾസോ ഒരു പേഴ്സണെ ഇൻ്റർവ്യൂ ചെയ്തു. ആൾ പറയുന്ന നമ്മുടെ ചോദ്യങ്ങൾക്ക് ആൾ പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചു. അത് ഒരിക്കലും ഇൻ ദ ഫുൾ ഫോം ഇൻ ഫുൾ സെൻറ്റൻസിലാവണമെന്നില്ല, ജസ്റ്റ് പോയിൻറ്റ്സ് ആയിട്ടായിരിക്കാം. അപ്പോൾ അന്ന് തന്നെ വീട്ടിൽ വന്നതിന് ശേഷം സ്വസ്ഥമായി നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സെഷൻ നമ്മൾ കൊണ്ടുവരികയാണ്. സോ വാട്ട് I have asked to that person, how was the answer for their questions? ഇങ്ങനെ ഓരോന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. നമ്മൾ എഴുതിയിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എഴുതിയിട്ടുള്ള പോയിൻറ്റ്സ് വെച്ചിട്ട് അവർ പറഞ്ഞ മറുപടി എന്താണോ ആ രീതിയിൽ നമുക്ക് മുഴുവനായിട്ട് അത് എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഈ ഫീൽഡ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാസം കഴിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. So when you have collected the datas, അന്ന് തന്നെ കാര്യങ്ങളൊക്കെ എഴുതേണ്ടതാണ്. മുഴുവനാകാത്തത് എന്തൊക്കെയാണോ അത് മുഴുവനാക്കാനായിട്ട് ശ്രമിക്കാം. ഡാറ്റാസൊക്കെ അർത്ഥമുള്ളതാക്കി മാറ്റാനായിട്ട് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ ഫീൽഡ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ അബ്രിവേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക എന്നുള്ളതാണ് ഫീൽഡ് എഡിറ്റിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്ന വർക്ക്. ദ ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് ഇൻഡൾജ് to correct errors of omission by mere guessing what the respondent would have said. ഇപ്പോൾ ആ ഇൻ്റർവ്യൂവറിന് അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേറ്ററിന് അറിയാം, കാരണം ആളാണ് ഇൻ്റർവ്യൂ ചെയ്തത്. സോ എന്തായിരുന്നു ആ സമയത്ത് മറ്റ് വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തി എയോട് പറഞ്ഞിട്ടുള്ള മറുപടി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കും. പക്ഷേ മറ്റൊരാളാണ് ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് എങ്ങനെ അറിയാം ഇവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത്? അതാണ് നമ്മൾ പറയുന്നത് ഇൻ്റർവ്യൂ. അതല്ലാതെ ബാക്കി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളത്. സെക്കൻഡ് തിങ് ഈസ് സെൻട്രൽ എഡിറ്റിംഗ്. സെൻട്രൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഗെറ്റിംഗ് ഓൾ കംപ്ലീറ്റഡ് ഫോംസ് ഓർ ഷെഡ്യൂൾസ് ഇൻ ഓഫീസ്, this type of editing is done by one editor if the study is small one.
അപ്പോൾ ചെറിയ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമുക്കൊരു സ്റ്റഡി നടത്താനായിട്ട് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ആൾ മതി അത് എഡിറ്റ് ചെയ്യാനായിട്ട്. ഇഫ് ദ സ്റ്റഡി ഈസ് ലിറ്റിൽ ബിറ്റ് ബിഗർ, ഒരു എഡിറ്റർ കൊണ്ട് മാത്രം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ സെൻട്രൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീൽഡ് എഡിറ്റിംഗ് കഴിഞ്ഞാൽ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോണത്. സോ അതുകൊണ്ട് തന്നെയാണ് സ്മോൾ സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എഡിറ്റർ മതി. ഇഫ് ദ സ്റ്റഡി ഈസ് ലാർജർ, ദെൻ എഡിറ്റിംഗ് ഈസ് ഡൺ ബൈ ദ ടീം ഓഫ് എഡിറ്റേഴ്സ്. നമ്മുടെ സ്റ്റഡി കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ ഒരു ടീം ഓഫ് എഡിറ്റേഴ്സ് കൂടിയിട്ടാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എഡിറ്റേഴ്സ് ഈ കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാനും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ എന്താ പറയുക, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇയാൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസിനെ ബേസ് ചെയ്ത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ടീം ഓഫ് എഡിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇയാൾ കൃത്യമായിട്ടുള്ള ഡാറ്റ അവർക്ക് കൈമാറേണ്ടി വരും. ദ എഡിറ്റേഴ്സ് ഷുഡ് ബി ഫെമിലിയർ വിത്ത് ദ ഇൻസ്ട്രക്ഷൻസ് വിച്ച് ആർ ഗിവൻ ടു ദ ഇൻ്റർവ്യൂവേഴ്സ് ആൻഡ് കോഡേഴ്സിനും ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തികൾക്കും നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്താണ് എന്നുള്ളത് ആർക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം? എഡിറ്റേഴ്സിന് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ദേ ആർ ഓൾസോ ഫെമിലിയർ വിത്ത് ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ടു ദെം വിത്ത് റിഗാർഡ് ടു എഡിറ്റിംഗ്. When they wipe out the original entry for one reason or other, they should draw a single line on it to become it legible. ഇപ്പം നമ്മളൊരു കാര്യം ഇപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ പറയാണ്, എഴുതിയതൊന്ന് സ്ട്രൈക്ക് ഓഫ് ചെയ്തിട്ട് വേറെ ഒന്ന് എഴുതാൻ പറയുകയാണ്. ഒരു സെൻറ്റൻസ് ഉണ്ട്, അതിൽ ആ 2 വാക്കും ഒന്ന് സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ദ കറക്റ്റ് വേർഡ് എഴുതാനായിട്ട് നമ്മൾ പറഞ്ഞു എന്ന് വിചാരിക്കാം. ചില കുട്ടികളുണ്ട്, ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് വാക്കുകൾ ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു രീതി ഇങ്ങനെ സ്ട്രൈക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, വേറൊരു രീതി ഇങ്ങനെ സ്ട്രൈക്ക് ഓഫ് ചെയ്യാം. വേറെ കുറേ പേരുണ്ട്. ഇങ്ങനെ സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, see the 3 types they have striked off. Which is legible for you? Which is legible? This one you will find it legible because it is possible for you to read the original data. Okay, നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കും എന്താണ് എഴുതിയിട്ടുള്ളത്. Say for example, if we have written as Radhakrishnan, okay, ഇതിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ട്രൈക്ക് ഓഫ് ചെയ്താലും ഇയാളുടെ പേര് എന്താണ് നമ്മൾ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. whereas if it is striken off like this, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അടിയിലുള്ള ഒറിജിനൽ ഡാറ്റ വായിക്കാനായിട്ട് സാധിക്കുക? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. മനസ്സിലാവുന്നുണ്ടോ? സോ ഫോർ എനി പർപ്പസ്, ഇഫ് യു വാണ്ട് ടു വൈപ്പ് ഔട്ട് ദി ഒറിജിനൽ ഡാറ്റ, ഡു ഇറ്റ് ലെജിബിളി, ദാറ്റ് it may help the another person to read what you have written. Okay, അതിന് വേണ്ടിയിട്ടാണ് എക്സാമിനേഷനിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഈ മെയിൻ ഷീറ്റിലെ നെയിം ഓഫ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി എഴുതണതാണ്. സബ്ജക്റ്റ് എടുത്തിട്ട് നെയിം ഓഫ് ദി എക്സാമിനേഷനിൽ എഴുതും. അത് കഴിഞ്ഞിട്ട് അത് മുഴുവൻ വെട്ടി ഏകദേശം ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ കാണുമ്പോൾ തന്നെ പേപ്പറിൻ്റെ ഫേസ് ഷീറ്റ് തന്നെ വളരെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. സോ ചില കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ
തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻവിജിലേറ്ററിനെ വിളിച്ച് പറയും, സോ ദിസ് തിങ് ഹാസ് ഹാപ്പൻ ലൈക്ക് ദിസ്, സോ വാട്ട് ടു ഡു എന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഇൻവിജിലേറ്റർ പറയും, ജസ്റ്റ് വിത്ത് എ സിംഗിൾ ലൈൻ സ്ട്രൈക്ക് ഇറ്റ് ഓഫ്. ഒറ്റ വര മാത്രം നിങ്ങൾ വരച്ചത് സ്ട്രൈക്ക് ഓഫ് ചെയ്യുക. അതിൻ്റെ മുകളിൽ എന്താണോ വളരെ ലെജിബിളായിട്ട് അത് എഴുതുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് നമ്പർ എഴുതേണ്ട സ്ഥലം അഡീഷണൽ ഷീറ്റ്സിൻ്റെ സ്ഥലമുണ്ട്, അത് പലരും മാറ്റി എഴുതാറുണ്ട്. ആ സമയത്തൊക്കെ അതിങ്ങനെ വെട്ടി 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 ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഫോർ വാട്ട് പർപ്പസ് യു ഡൂയിങ് ഇറ്റ്? സോ വാട്ട് യു ഹാവ് റിട്ടൺ എന്നുള്ളത് കാണുന്ന ആൾ മനസ്സിലാക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ജസ്റ്റ് സ്ട്രൈക്ക് ഇറ്റ് ഓഫ് ലെജിബിളി എന്നുള്ളത്. വെൻ ദേ ആർ മേക്കിംഗ് എൻട്രീസ് ഇൻ ദ ഫോം, it should be with the distinctive color and in the standard form. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഫോം എന്താണ് എന്നുള്ളത്. നമുക്ക് ടൈംസ് ന്യൂ റോമൻ സ്റ്റൈലാണ് നമ്മൾ സാധാരണ ഫോൺ സ്റ്റൈലായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഒഫീഷ്യലി ആക്സെപ്റ്റഡ് ഫോണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളത് ചെയ്ത് നമ്മളിപ്പോൾ എന്താ പറയുക, എക്സലിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യും, സോ ദാറ്റ് ഇറ്റ് വിൽ ബി ക്ലിയർലി സീൻ എന്നുള്ളതാണ്. ഓക്കെ, and then as they should initial all changes which have done by them in the firm. They should also put the date of editing on each completed form of schedule. So എവിടെയെങ്കിലും വെട്ട് തിരുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ രീതിയിലൊന്ന് ഇനിഷ്യലൈസ് ചെയ്യുക, അതിൻ്റെ ഡേറ്റ് ഇടാം. ഓക്കെ, സോ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ചെയ്ത കറക്ഷൻ നമ്മുടെ ഹയർ പൊസിഷനിലുള്ള പേഴ്സൺ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ദാറ്റ് ഹാസ് ബീൻ മെയ്ഡ് ക്ലിയർ ഫോർ എവ്രി വൺ എന്നുള്ളതാണ്. ഓക്കെ, ഫോർ ദാറ്റ് ഈസ് ദ പർപ്പസ് it is said to initialize all those corrections which we have done at the time of editing. And after each completed form or schedule, they should also put the date of editing. എന്നാണ് ഈ എഡിറ്റിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, put the date എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് ഏകദേശം എഡിറ്റിങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എഡിറ്റിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കിട്ടിയിട്ടുള്ള റോ ഡാറ്റാസിൽ എന്തെങ്കിലും മുഴുവനാക്കാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ അബ്രിവേഷൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തിരുത്തി ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്ന ഒരു സിസ്റ്റമാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ ഫീൽഡ് എഡിറ്റിംഗ് ഉണ്ട്, സെൻട്രൽ എഡിറ്റിംഗ് ഉണ്ട്. ഫീൽഡ് എഡിറ്റിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അബ്രിവേഷൻസ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഫുൾ ഫോമിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ സെൻട്രൽ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ എഡിറ്റിംഗ് വർക്ക് മെയിൻ വർക്കിലേക്ക് നമ്മൾ കടക്കാണ്. അപ്പോൾ അത് ചിലപ്പോൾ ചെറിയ ഒരു വർക്ക് പ്രൊജക്റ്റാണ് അല്ലെങ്കിൽ ചെറിയ ഒരു സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ എ സിംഗിൾ പേഴ്സൺ is more than enough to handle that editing. If the study is large എന്നുണ്ടെങ്കിൽ ടീം ഓഫ് എഡിറ്റേഴ്സ് ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഈ എഡിറ്റിങ്ങിൽ ദാറ്റ് ഈസ് കോഡിങ്ങിൻ്റെ സമയത്ത് കോഡേഴ്സിനും ഇൻ്റർവ്യൂവേഴ്സിനും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ചില ഇൻഫർമേഷൻസ്, ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് എഡിറ്റേഴ്സിനും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതേപോലെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തികളും കോഡേഴ്സും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ 1 by 1 ആയിട്ട് അവർ ചെയ്തുകൊണ്ട് വരിക. സെക്കൻഡ് തിങ് ഈസ് വി ആർ മൂവിങ് ഓൺ ടു ദി കോഡിങ്. ഓക്കെ, കോഡിങ് വർക്ക് എന്ന് പറയുമ്പോൾ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു കോഡ് ദി റെസ്പോൺസസ്. കോഡിങ് ഈസ് എ പ്രോസസ് ഓഫ് അസൈനിങ് ഫിഗേഴ്സ് or other symbols to answers so that responses can be put into a limited number of categories or classes. In other words, coding involves two main operations. നമ്മൾ കോഡിംഗ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ആൻസേഴ്സിന് ഒരു
കൃത്യമായിട്ടുള്ള ഫിഗേഴ്സ് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചില സിമ്പിൾസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിൽ രണ്ട് മെയിൻ ഓപ്പറേഷൻസ് ആണ് വരുന്നത്. ഡിസൈഡ് ദ കാറ്റഗറി ടു ബി യൂസ്ഡ് ആൻഡ് ടു അലൊക്കേറ്റ് ഇൻഡിവിജ്വൽ ആൻസേഴ്സ് ടു ദം. അപ്പോൾ ഒന്നെങ്കിൽ ഏത് കാറ്റഗറിയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാം. സെക്കൻഡ് തിങ് ഈസ് ഓരോ ഇൻഡിവിജ്വൽ ആൻസേഴ്സിനും എങ്ങനെയാണ് അലൊക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാം. സച്ച് ക്ലാസ്സസ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ടു ദ റിസർച്ച് പ്രോബ്ലം അണ്ടർ സ്റ്റഡി. ഓക്കെ, സോ ഇതിൽ മെയിനായിട്ട് വരുന്നത് they must also possess the features of exhaustiveness, mutual exclusivity and undimensionality. മൂന്ന് കാര്യങ്ങളാണ് നമുക്കിതിൽ വരുന്നത്. എക്സോസ്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് there must be a class for every data item. ഓരോ ഡാറ്റ ഐറ്റത്തിനും അതിൻ്റേതായ ഒരു ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എക്സോസ്റ്റീവ്നെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മ്യൂച്വൽ എക്സ്ക്ലൂസിവിറ്റിയോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ മീൻസ് എ സ്പെസിഫിക് ആൻസർ ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ഓൺലി വൺ സെൽ ഇൻ എ ഗിവൻ കാറ്റഗറി സെറ്റ്. അപ്പം നമ്മുടെ ആൻസർ ഏതാണോ അത് തന്നിട്ടുള്ള സെല്ലുകളിൽ ഏതെങ്കിലും ഒരു സെല്ലിലേക്ക് മാത്രമേ നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അൺഡൈമെൻഷനാലിറ്റി മീൻസ് എവറി കാറ്റഗറി ഈസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ഓൺലി വൺ കോൺസെപ്റ്റ്. അപ്പോൾ ഓരോ ആൻസേഴ്സും നമുക്ക് ഓരോ കോൺസെപ്റ്റായിട്ടാണ് അൺഡൈമെൻഷനാലിറ്റിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. Okay, coding is necessary for efficient analysis. അപ്പം നമുക്ക് അനാലിസിസിലോട്ട് കടക്കുമ്പോൾ കോഡിംഗ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. The coding eliminates much of information in raw data. That means several replies are reduced to a small number of classes which contains critical information required for analysis. നമുക്ക് അനാലിസിസിന് വാരി വലിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കോഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെയും ഇതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അനാലിസിസിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ മാത്രമായിരിക്കും നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഈ കോഡിംഗ് എന്ന് പറയുന്നത് ഇത് എപ്പോഴാണ് തുടങ്ങണേ? എല്ലാ ക്വസ്റ്റ്യനെയറും കിട്ടിയതിന് ശേഷമാണോ? അല്ല. വെൻ വി ആർ setting up a questionnaire, coding is done. ഒരു ക്വസ്റ്റ്യനെയർ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രൊജക്റ്റിൻ്റെ വിജയമാണ്, ഒരു സ്റ്റഡിയുടെ വിജയമാണത്. കാരണം ആ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റഡീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസാണ്. സോ ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെയർ നിങ്ങൾ കഴിഞ്ഞ പറയുക ചാപ്റ്ററുകളിലൊക്കെ ഇതിന് മുമ്പത്തെ ചാപ്റ്റേഴ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അത് പ്രീതി മിസ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനെയർ സെറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്, ഓപ്പൺ ആൻഡ് ക്ലോസ് ആൻഡ് ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം വേണം, എങ്ങനെയാണ് ലിക്കർട്ട് സ്കെയിൽ യൂസ് ചെയ്യേണ്ടത്. സോ ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് പർപ്പസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ റിസർച്ച് മെത്തഡോളജി നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമുക്കൊന്നും കൂടിയും ഒരു പ്രൊജക്റ്റ് ചെയ്താൽ നന്നായിരിക്കും. കാരണം കുറച്ച് കാര്യങ്ങളും കൂടി ഇപ്പോൾ നിങ്ങൾ പഠിച്ചു. അപ്പോൾ ബികോം പ്രൊജക്റ്റിനേക്കാളും എന്തുകൊണ്ടും ഒരു നല്ല പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു പേപ്പർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇൻഫർമേഷൻ. ഓക്കെ, സോ കോഡിംഗ് നമ്മൾ വീണ്ടും ടോപ്പിക്കിലേക്ക് വരികയാണ്. കോഡിംഗ് എന്ന് പറയുന്നത് ഇസ് യൂഷ്വലി ടേക്കൺ അറ്റ് ദ ഡിസൈനിങ് സ്റ്റേജ് ഓഫ് ദി ക്വസ്റ്റ്യനെയർ. ദിസ് മേക്സ് ഇറ്റ് പോസിബിൾ ടു pre-code the questionnaire choices and which in turn is helpful for computer tabulation. അപ്പോൾ ഇന്ന
രീതിയിലാണ് നമ്മുടെ ആൻസേഴ്സ് എന്നുണ്ടെങ്കിൽ അത് ഈ രീതിയിലേക്ക് ടാബുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. സോ വെൻ യു ആർ സെറ്റിംഗ് അപ്പ് ദി ക്വസ്റ്റ്യനെയർ, വെൻ യു ആർ ഡിസൈനിങ് യുവർ ക്വസ്റ്റ്യനെയർ, ഇറ്റ് ഈസ് വെരി നെസസറി ടു നോ അബൌട്ട് ദി കോഡിംഗ്, ടു ടേക്ക് എ ഡിസിഷൻ അബൌട്ട് ദി കോഡിംഗ്. അപ്പോഴാണ് നമുക്ക് അനാലിസിസിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. Okay, so we will see what are the steps in coding and what are the rules in coding. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത്. The first step in coding is to study the answers. നമ്മൾ കൊടുക്കാൻ പോകുന്ന ആൻസേഴ്സ് അല്ലേ, നമ്മൾ ഓരോ ക്വസ്റ്റ്യനായാലും നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസിലൂടെ നമുക്ക് എന്തൊക്കെ ആൻസേഴ്സാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. So in the case of pre-coded questions, coding begins at the time of the preparation of the questionnaire. Developing a coding frame. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഒരു കോഡിംഗ് ഫ്രെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇറ്റ് ഈസ് ദ ഔട്ട്ലൈൻ ഓഫ് വാട്ട് ഈസ് കോഡഡ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ടു ബി കോഡഡ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് എക്സ്പ്ലിസിറ്റ് റൂൾസ് ആൻഡ് കൺവെൻഷൻസ് ദാറ്റ് ആർ യൂസ്ഡ് ടു ബേസ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഒബ്സർവ്ഡ് വേരിയബിൾസ് ഇൻ ടു വാല്യൂസ് which are transformed into numbers. കോഡിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ആൻസേഴ്സ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ കോഡിംഗ് എന്ന് പറയുന്ന രീതി. ആഫ്റ്റർ ദി പ്രിപ്പറേഷൻ ഓഫ് സാമ്പിൾ ഫ്രെയിംസ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഗ്രാജുവൽ ഫിറ്റിംഗ് ഓഫ് ദി ആൻസേഴ്സ് ടു ദി ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാത്തിനും ഒരേ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ ഏതിനൊക്കെയാണ് എന്തൊക്കെ ഓപ്ഷൻസാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ കൂട്ടി നമ്മൾ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തണം ആദ്യം. അപ്പോൾ ഇത്ര ഉത്തരങ്ങളിൽ ഇവരേതായിരിക്കും ടിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അപ്പോൾ ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇന്ന അനാലിസിസ് ആണ്, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ടാബുലേഷനാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഇതിലെല്ലാം യെസ് 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 എന്ന് പറഞ്ഞിട്ട് ടിക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, അല്ലെങ്കിൽ ലെസ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനോടൊപ്പം ആൻസേഴ്സും പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ട്രാൻസ്ഫർ ദ ഇൻഫർമേഷൻ ഫ്രം ദ ഷെഡ്യൂൾസ് ടു സെപ്പറേറ്റ് ഷീറ്റ് നെയിംഡ് ട്രാൻസ്ക്രിപ്ഷൻ ഷീറ്റ്. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസിന് നമ്മൾ ഒരു സെപ്പറേറ്റ് ഷീറ്റിലേക്ക് നമ്മൾ മാറ്റാണ്, ട്രാൻസ്ക്രിപ്ഷൻ ഷീറ്റിലേക്ക് നമ്മൾ മാറ്റുന്നൊരു സിറ്റുവേഷൻ. ദിസ് ഷീറ്റ് ഈസ് ലാർജ് സമ്മറി വിച്ച് കണ്ടെയ്ൻസ് ദ ആൻസേഴ്സ്, കോഡ്സ് ഓഫ് ഓൾ ദി റെസ്പോൺസസ്. അതായത് ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറൊക്കെ വന്നതുകൊണ്ട് കുഴപ്പമില്ല. പണ്ട് കാലത്ത് നമ്മൾ PhD ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ കോഡിങ്ങും ടാബുലേഷനും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ വലിയ ഒരു ചാർട്ടിലൊക്കെയാണ് നമ്മളിതൊക്കെ വരച്ച് ഇത് ഇങ്ങനെയൊക്കെ രീതിയിൽ വരാണെങ്കിൽ അത് ഇന്ന രീതിയിൽ കോഡ് ചെയ്യുക, ടാബുലേറ്റ് ചെയ്യുക, ടാലി മാർക്ക് ഇടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഒരു ഷീറ്റിൽ റോസ് ആൻഡ് കോളംസ് ഇപ്പോൾ നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. റോസ് ആൻഡ് കോളംസ് MS Excelൽ അല്ലേ, നമ്മൾക്കറിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട് എക്സലിൽ വരുന്നത്. നമ്മളിതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഈസി ആയിട്ട് നമുക്കൊരു സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എക്സൽ ഷീറ്റിനോട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി കോഡിങ്ങിൻ്റെ റൂൾസാണ്. കോഡ് നമ്പേഴ്സ് ആർ ടു ബി പ്രൊവൈഡഡ് ടു ഈച്ച് റെസ്പോണ്ടൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് കൃത്യമായിട്ട് രീതിയിലുള്ള കോഡിങ് കൊടുക്കണം. ഓരോ ക്വസ്റ്റ്യനും ഓരോ കോഡ് നമ്പർ ആയിരിക്കണം. കൺഫേം കോഡ് നമ്പേഴ്സ് ഓഫ് ഈച്ച് റെസ്പോൺസ്. റിസർച്ച് ഹിംസെൽഫ് ഡു ദ വർക്ക് ഓഫ് അസൈനിങ് കോഡ്. റിസർച്ചർ തന്നെയാണ് ഏത് കോഡ് നമ്പറാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നിശ്ചയിക്കേണ്ടത്. കാരണം റിസർച്ച് ഒരാൾ ചെയ്യുകയും കോഡ് നമ്പർ മറ്റൊരാൾ ചെയ്യുകയും ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൻസേഴ്സ് കിട്ടുമ്പോൾ രണ്ട് രീതിയിലായിരിക്കും സ്റ്റഡി പോകുന്നത്. നമ്മൾ ഉദ്ദേശിച്ചിടത്തൊന്നും ഈ വഞ്ചി വലിച്ചായിട്ട് എത്തില്ല. ഓക്കെ, അപ്പോൾ സ്റ്റഡി ഒരു വഴിക്ക് പോവും, റിസർച്ചർ വേറെ വഴിക്ക് പോവും, കോഡിങ് ചെയ്ത ആൾ ഒരു വഴിയിലാവും ചെയ്യും. ഓക്കെ, സോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് റിസർച്ചർ തന്നെയാണ് കോഡ് ചെയ്യുന്നത്. കാരണം ഏത് ക്വസ്റ്റ്യനാണ് അല്ലെങ്കിൽ ഏത് ആൻസറിനാണ് ഏത് കോഡാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ആൻഡ് പിന്നെ വരേണ്ടത് എന്താണ്? ആസ് യൂഷ്വൽ ഒരു കോഡിംഗ് ഫ്രെയിം ഉണ്ടാക്കാം. അതേപോലെ തന്നെ കോഡേഴ്സിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. ഗെറ്റ് റെഡി ദ സപ്ലൈ കോഡേഴ്സ് ഇൻസ്ട്രക്ഷൻ മാനുവൽ.
arrange the services of the trained coders under close supervision, vigilantly inspect every coded item. Random checking should be done to see that the coding process is going on smoothly. The researcher should take decision when any change is needed at the process of coding. അപ്പോൾ ഈ കോഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് റിസർച്ചർ കൂടെ ഉണ്ടായിരിക്കണം. പരമാവധി റിസർച്ചർ തന്നെ ചെയ്യുക. മറ്റൊരാളുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് റിസർച്ചറിൻ്റെയും കൂടി പൂർണ്ണ അറിവോടെയും സമ്മതത്തോടെയും കൂടി ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പറയുന്ന രീതിയിൽ ഡാറ്റാസ് മാറിപ്പോകാനും ആൻസേഴ്സ് തെറ്റിപ്പോകാനും കോഡിങ്ങിലൂടെ വെരി ഈസിയാണ്. സോ നമുക്ക് ആ കാര്യങ്ങൾ എളുപ്പത്തിൽ കിട്ടാനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വർക്കൊക്കെ കുറച്ചും കൂടി സിമ്പിളാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഡിംഗ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അത് റിസർച്ചറിൻ്റെ അറിവില്ലാതെ അത് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, ഇനി വരുന്നത് ക്ലാസിഫിക്കേഷനും അതേപോലെ തന്നെ ടാബുലേഷനാണ്. സോ ദാറ്റ് വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പോൾ കോഡിംഗ് എന്താണ്, എഡിറ്റിംഗ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതിൽ എന്തെങ്കിലും എക്സാമ്പിൾസോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദി ക്ലാസ് ചോദിക്കാം, പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.